ഹലോ ഗൈസ്, അപ്പം പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയ്ക്ക് മുമ്പേ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. നമ്മൾ പുതിയൊരു ബസ് സിമുലേറ്റർ ഇൻ്റർനാഷണൽ ഒരു ട്രിക്കുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. നമ്മുടെ മോൺസ്റ്ററാണ് ഇപ്പോൾ എടുത്തത്. നമ്മൾ ഒരു സ്ഥലത്ത് വരെ പോകാറുണ്ട്. നമുക്ക് ഒരു സീക്രട്ട് ഏരിയ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ തൽക്കാലത്തേക്ക് മോൺസ്റ്റർ എടുത്തുകൊണ്ടാണ് പോകുന്നത്. സീക്രട്ട് അതുകൊണ്ട് പൊളിഞ്ഞാലും അറിയത്തില്ല. അപ്പോൾ നമുക്ക് പോവാം. സീക്രട്ട് റൂമിലോട്ട് പോവാം. അല്ല, സീക്രട്ട് ഒരു പ്ലേസ് ഉണ്ട്. നമുക്ക് നല്ല കാഴ്ചയൊക്കെ ഉള്ളൊരു സ്ഥലമുണ്ട്. ഒരു സ്ഥലമുണ്ട്. ഒരു ഐലൻഡാണ്, മാജിക് ഐലൻഡ്. ഞാൻ കാണിച്ചുതരാം. നമ്മുടെ ഫസ്റ്റ് നമ്മുടെ ഫ്രീ മോഡിലേക്ക് പോവാം. തന്നെ നമ്മൾ ഇതൊന്ന് ഡൗൺലോഡ് ചെയ്യണം കേട്ടോ. നമ്മുടെ ഈ മാപ്പൊന്ന് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ആയിട്ട് നമ്മൾ ബനൈവാങ്കി ടു ഗിലിമാനുക്ക് എന്ന് പറഞ്ഞത് ഇങ്ങോട്ട് പോവാം. നമ്മൾ ഗോ അടിച്ചു കൊടുക്കാം. പരസ്യം വന്നു. ഇന്ത്യ വെച്ചിട്ടുണ്ട്. ഞാൻ ലോഡാവാനുള്ള സമയമുള്ളു. ഞാൻ നമ്മുടെ ട്രിക്ക് പഠിച്ചു വരുന്നേ ഉള്ളൂ കേട്ടോ. ഇന്തോനേഷ്യയിലെ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയിൽ പഠിച്ചു വരുന്നേ ഉള്ളൂ. എങ്ങനെയൊക്കെയാ ട്രിക്ക് എന്നൊക്കെ നോക്കി വരുന്നേ ഉള്ളു. ഈ സാധനം തന്നെ എനിക്ക് ഇടയിൽ കുറേ പ്രശ്നങ്ങളുണ്ട്. കുറേ സാധനങ്ങൾ ഇതിനകത്ത് ഉണ്ട്, ഒളിഞ്ഞു കിട്ടുന്നുണ്ട്. ഇതെല്ലാം പുറത്തോട്ട് കൊണ്ടുവരും. ഇതൊക്കെ പഠിച്ചു വരുന്നേ ഉള്ളൂ. നമ്മുടെ ബസ് സ്റ്റോപ്പിൽ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. എൻട്രൻസിൻ്റെ അടുത്താണ്. നമ്മൾ ലെഫ്റ്റിലോട്ട് തന്നെ ഈ വഴി കാണിച്ചിരുന്ന പോലെ ലെഫ്റ്റിലോട്ട് തന്നെ നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ടങ്ങ് പോവാം. അവിടെ റെഡാണ്. നമ്മൾ നേരെ കൊടുക്കാം. പിന്നെ ഇതിനകത്ത് കാണിക്കുന്ന ഒരു ലെഫ്റ്റിലോട്ട് തന്നെ നമ്മൾ പോവാം. കറക്റ്റ് ഇതുപോലെ തന്നെ കാണാം. ഇച്ചിരി ദൂരേ ഉള്ളു. നേരെ അങ്ങോട്ട് പോവാം. എന്നിട്ട് നമ്മൾ ലെഫ്റ്റിലോട്ട് ഇൻഡിക്കേറ്റർ ഈ ലെഫ്റ്റിൽ ഈ വഴി ഉണ്ടല്ലോ, ഇങ്ങോട്ടും കയറുക. അടുത്തും കയറുക. അപ്പോൾ ഇതുപോലത്തെ ഒരു സ്ഥലമൊക്കെ കാണാം. മറ്റേ മാപ്പിൽ വേറെ റൂട്ടൊക്കെ ആയിരിക്കും, പക്ഷെ നമ്മൾ ഇങ്ങോട്ട് തന്നെ പോവാം. മാപ്പിൽ ലെഫ്റ്റ് അടുപ്പോൾ കൊടുത്തേക്കുന്നത് നമ്മൾ റൈറ്റിലോട്ടാണ് പോകേണ്ടത്. നമ്മൾ അതിൻ്റെ റൈറ്റിലോട്ട് പോകാം. സമയം ഇങ്ങനെ ഒരു പാലമൊക്കെ കാണാൻ പറ്റും. ഇതുവരെ എത്തിയിട്ടില്ല. നമുക്ക് ഇച്ചിരിയും കൂടെ ഒരു തുള്ളി ദൂരം കൂടെ ഉണ്ട്. ലെഫ്റ്റിലോട്ട് കിടക്കുക വണ്ടി. മഴ വീഴാനൊരു സാധ്യതയൊക്കെ ഉണ്ട്. റൈറ്റിലോട്ട് തന്നെ പോകാം. ഇവിടെ പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ട്. പാർക്കിംഗ് ഏരിയ ഒന്നും നമ്മൾ എടുക്കുന്നില്ല. കാട്ടിലോട്ട് കിടക്കും. വണ്ടി ഓടിക്കാന്ന് പറഞ്ഞോടേ ഇങ്ങോട്ട് വന്നോണ്ട്. പിന്നെ ഒരു സർക്കിൾ കാണാൻ പറ്റും. ഈ സർക്കിളൊന്നും എടുക്കുക. നമ്മൾ നേരെ അങ്ങോട്ട് പോവാം.
നമ്മൾ നേരെ ഇതുപോലത്തെ ഒരു സ്ഥലം കാണാൻ പറ്റും. പാലമൊക്കെ നമ്മുടെ ഐലൻഡ് എത്താറായിട്ടുണ്ട്. ഒരു സ്ഥലം നമ്മുടെ സീക്രട്ട് ഏരിയ. നമ്മൾ ഈ കാണിച്ചിരുന്ന വഴി തന്നെ പോവാ. ഇവിടെ വണ്ടിയൊന്നും വരത്തില്ല. മിക്കവാറും ഇനി വേറെ പുതിയ വഴിയൊക്കെ കണ്ടുപിടിക്കാം. ഇങ്ങോട്ട് തന്നെ പോവാ. ഈ യെല്ലോ ഗ്രൗണ്ടിലൂടെ തന്നെ പോയാൽ മതി കേട്ടോ. അയ്യോ, ചെറുതായിട്ടൊന്ന് ശ്രദ്ധ മാറിയതേ ഉള്ളൂ. അതിന് മുമ്പ് പോയി. ഓക്കെ ഗൈസ്, നമ്മൾ എത്തിയിരിക്കുകയാണ്. നമ്മുടെ സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മുടെ സീക്രട്ട് പ്ലേസ് എത്തിയിരിക്കുകയാണ്. നമ്മൾ ഇൻഡിക്കേറ്റർ ഓഫാക്കും. നമ്മളെ മോൺസ്റ്റർ ഇവിടെ കിടപ്പുണ്ട് ഗൈസ്. അപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ നല്ലൊരു പ്ലേസ് കാണാൻ പറ്റും. കാണിച്ചുതരാം. നല്ലൊരു സീനറി തന്നെയാണ് ഗൈസ്. നമ്മുടെ സ്ഥലം നല്ലൊരു സ്ഥലമാണ്. നല്ല ഭയങ്കര സൗന്ദര്യമാണ് കാണാൻ. വെള്ളമൊക്കെ മൂവാന്നൊക്കെ. ഈ ഒരു സ്ഥലമാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. നമ്മൾ നേരെ നമ്മുടെ വണ്ടി എടുക്കുക. ഇത്ര ഉള്ളു നമ്മുടെ സ്ഥലം. ഇത് നല്ലൊരു സീനറി തന്നെയാണ്. അടിപൊളി സ്ഥലം തന്നെയാണ്. നേരെ തിരിച്ചു പോവാം. എന്താ ആരുമൊന്നും പറയാത്തത്? മിണ്ടാതെ സഹിക്കുന്നത് എന്തിനാ? പുക സഹിക്കാവുന്നതിനും അപ്പുറമാണിത്. പുകയുന്ന സിഗരറ്റും ബീഡിയും കെടുത്താൻ ശ്രമിക്കാം. പബ്ലിക് പ്ലേസിൽ പുകവലി നിരോധിച്ചിട്ടുണ്ട്. ഇത് ലംഘിക്കുന്നതിന് പിഴ നൽകേണ്ടി വരും. പുക വലിക്കരുത്, വലിക്കാൻ അനുവദിക്കരുത്. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. നമ്മൾ തിരിച്ചു പോകണം. തിരിച്ചു പോകുമ്പോൾ നല്ല കുറേ കാഴ്ചകളൊക്കെ കാണാം. പക്ഷെ അന്നേരം നമുക്ക് ഈ സ്ഥലത്തൊന്ന് നിർത്തിയേക്കാം. ഈ സ്ഥലത്തൊന്ന് നിർത്താം. നിർത്തിയിട്ടാണ് ഇതുപോലത്തെ ഒരു സ്ഥലവും ഉണ്ട് ഇവിടെ. ഒരു അമ്പലം പോലത്തെ ഒരു സ്ഥലമാണ്. ഇങ്ങനെ ഈ വേഷത്തിൽ പുറത്തൊന്നും ഇറങ്ങി നടക്കാം. അത് ശരിക്കും ഇവളായിരുന്നെങ്കിലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഹോസ്റ്റലിൽ പെണ്ണിനെ കയറ്റിയെന്ന് നാട് മൊത്തം അറിഞ്ഞു. വീട്ടുകാരെയും വിളിച്ചു വരുത്തി TC പുഴുത്ത മിഞ്ഞാന്. പിന്നെ പുറത്തു വല്ലതും ഇറങ്ങി നടക്കാൻ പറ്റുമോ? അതാ ഞാൻ പറഞ്ഞ ഒരു ട്രയൽ നോക്കാം. നേരെ നമ്മുടെ സ്ഥലത്തേക്ക് പോകണം. കളർ മാറിയുണ്ട് മഴ പെയ്തപ്പോൾ. നമ്മൾ നേരെ സ്ഥലത്തോട്ടെത്തി. വണ്ടിയിലോട്ട് ഇറങ്ങുമ്പോൾ തിരിച്ചു പോവാം.
പോകുന്ന വഴിക്ക് ചില കാഴ്ചകളൊക്കെ കാണാം. അടുത്തൊരു കപ്പൽ കാണാം. നീ കൂടി ചോദ്യം ചോദിക്കില്ല അച്ഛനൊന്നും കുഴപ്പമില്ലേ ഒളിച്ചു സീക്രട്ട് വീഡിയോസിനായി നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കാണുന്ന ബെൽ ബട്ടൺ കൂടെ അടിച്ചങ്ങ് പൊട്ടിക്കുക. കിണിങ്കിണി ഫാദർ പോകുന്നു, ഇവർ തിരിച്ചു കയറുന്നു, നമ്മൾ വാതിൽ പുറത്തു നിന്ന് പൂട്ടുന്നു, ആരും അറിയുന്നില്ല. നമ്മുടെ വണ്ടിയുടെ കോലം കണ്ട തിരിച്ചു വന്ന വണ്ടി. ഇതുപോലെ നല്ല ഓട്ടിപ്പുകാരന്മാരൊക്കെ ആണെങ്കിൽ പറയണ്ട, അടിപൊളിയായിരിക്കും വണ്ടി. അവസാനം മുറി തുറക്കുമ്പോൾ ജനലിൽ കുടുങ്ങിയിരിക്കും. അതൊന്നും വേണ്ട, ഇവിടുത്തെ എക്സ്പേർട്ടാ. കുട്ടിക്ക് വല്ല കരിക്കും വെള്ളമോ റെഡ് വെള്ളമോ വേണം ഫോർ എനർജി. കുറച്ച് വിഷം. Spotify, music and podcast. നമ്മളൊന്ന് റിപ്പയർ ചെയ്ത് കൊടുക്കാം. റിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇത്രയുള്ള നമ്മുടെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഗുഡ് മോർണിംഗ്.
അല്ലേ? എങ്ങോട്ടാ മുറിയൊക്കെ പൂട്ടി 3 പേര്? കമ്മ്യൂണിസ്റ്റ് എവിടെ നാലാമൻ? നമ്മൾ 3 പേരുള്ളൂ. നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യണേ.